നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പവൻ 22 കാരറ്റ് സ്വർണത്തിന് ഇന്ന് 1,18,480 രൂപയാണ് വില. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 14,810 രൂപയിലെത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്നലെ വിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും ഇന്ന് വീണ്ടും ഒരു നേട്ടം ഉണ്ടായതായി കാണാം. 24 കാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 16,157 രൂപയായി. 8 ഗ്രാമിന് 1,29,256 രൂപയിലും എത്തി. അതേസമയം മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ വെള്ളി വില വലിയ കുതിപ്പോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. സ്വർണ്ണവിലയും പോസിറ്റീവ് നിലവാരത്തിൽ തന്നെയാണ് വ്യാപാരം തുടങ്ങിയതെങ്കിലും നേട്ടത്തിൽ നേരിയ കുറവുണ്ടായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിലെ പുതിയ സംഭവ വികാസങ്ങളെ നിക്ഷേപകർ നിരീക്ഷിച്ചു വരികയാണ്. കൂടാതെ അമേരിക്കയിലെ വ്യാപാര നികുതിയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ തുടരുന്നത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിനും വെള്ളിക്കും കൂടുതൽ കരുത്തേകുന്നുണ്ട്. 2026 ഏപ്രിലിൽ കാലാവധി തീരുന്ന MCX ഗോൾഡ് ഫ്യൂച്ചേഴ്സ് 10 ഗ്രാമിന് 482 രൂപ, അതായത് 0.3% വർദ്ധിച്ച് 1,60,191 രൂപ എന്ന നിലവാരത്തിലെത്തി. അതേസമയം 2026 മാർച്ച് 5 ഡെലിവറി നിശ്ചയിച്ചിട്ടുള്ള സിൽവർ ഫ്യൂച്ചേഴ്സ് കിലോയ്ക്ക് 8,340 രൂപ, അതായത് 3.2% കുതിച്ച് 2,68,009 രൂപ എന്ന നിലവാരത്തിലും എത്തി. ജനീവയിൽ വെച്ച് നടന്ന ചർച്ചകളിൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില പുരോഗതികൾ ഉണ്ടായതായി മധ്യസ്ഥരായിട്ടുള്ള ഒമാൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വ്യാഴാഴ്ച മണിക്കൂറുകളോളം നീണ്ട ചർച്ചകൾ നടന്നിട്ടും അമേരിക്കൻ ആക്രമണത്തിൽ നിന്നുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സുപ്രധാന തീരുമാനം ഉണ്ടായിട്ടില്ല. മേഖലയിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസം ഇപ്പോഴും തുടരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് സ്വർണ്ണവില കാര്യമായ മാറ്റമില്ലാതെയാണ് തുടർന്നത്. സ്പോട്ട് ഗോൾഡ് ഔൺസിന് 5,187 എന്ന നിലവാരത്തിലാണ് തുടരുന്നത്. ഈ ആഴ്ച ചൊവ്വാഴ്ച സ്വർണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരുന്നു. എന്നാൽ വെള്ളി വിലയിൽ 0.6% വർധനമാണ് ഉണ്ടായത്. ഔൺസിന് $88.81 എന്ന നിലയിൽ തുടർന്നിരുന്നു. ബുധനാഴ്ച 3 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വെള്ളി വില വീണ്ടും നേട്ടമുണ്ടാക്കുന്നത്. അതേസമയം സ്വർണ്ണ വെള്ളി ETF-കൾ 4% വരെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിൽവർ ടാറ്റ ETF ഏകദേശം 4% ഉയർന്ന 25.9 രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തി. മറ്റ് സിൽവർ ETF-കൾ 3% വീതമാണ് നേട്ടമുണ്ടാക്കിയത്. എന്നാൽ ഗോൾഡ് ETF-കൾ വലിയ മാറ്റമില്ലാതെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. എങ്കിലും SBI ഗോൾഡ് ETF-ഉം മിറെ അസറ്റ് ഗോൾഡ് ETF-ഉം 2% വീതം നേട്ടമുണ്ടാക്കിയപ്പോൾ ഈ വിഭാഗത്തിലെ മറ്റ് ETF-കൾ 1% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഒരു മാസത്തിൽ ടാറ്റ സിൽവർ ETF ആണ് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നത്. LIC MF ഗോൾഡ് ETF 4.91% ഉയർന്ന നേട്ടവും നൽകിയിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ സ്വർണ്ണ വെള്ള ETF-കൾ തികച്ചും വ്യത്യസ്തമായ ദിശകളിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. വെള്ളി ETF-കൾ ശരാശരി 15% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ സ്വർണ്ണ ETF-കൾ 3% നേട്ടം കൈവരിക്കുകയാണ് ചെയ്തത്. ഈ വലിയ വ്യത്യാസം നിക്ഷേപകരെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. നിലവിലുള്ള നിക്ഷേപം തുടരണോ അതോ ഇവ തമ്മിൽ മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ആകെ നിക്ഷേപത്തിന്റെ 10 മുതൽ 15% വരെ സ്വർണത്തിലോ വെള്ളിയിലോ നിക്ഷേപിക്കുക. ഇതിൽ തന്നെ സ്വർണത്തിന് കൂടുതൽ മുൻഗണന നൽകുന്നതാണ് ബാലൻസ്ഡ് ആയ രീതി. വെള്ളിയിൽ കൂടുതൽ നിക്ഷേപമുള്ളവർ ലാഭമെടുത്ത് അത് സ്വർണത്തിലേക്ക് മാറ്റുന്നത് പരിഗണിക്കാവുന്നതാണ്. 5 മുതൽ 7 വർഷം വരെയുള്ള നിക്ഷേപമായി സ്വർണത്തെയും വെള്ളിയെയും കാണുക. താൽക്കാലിക വിലയിടിവിൽ പരിഭ്രാന്തരാകാതെ സ്റ്റാഗേർഡ് ആയ രീതിയിൽ, അതായത് SIP പോലെ കൃത്യമായ ഇടവേളകൾ നിക്ഷേപം തുടരാൻ വേണ്ടി ശ്രദ്ധിക്കുക.